സോ ഇന്നൊരു മോണിറ്റർ റിവ്യൂ ആണ്. നിങ്ങൾ ഇൻ കേസ് ഒരു ബഡ്ജറ്റ് മോണിറ്റർ നോക്കുന്നുണ്ട്, അറൌണ്ട് 9000 പ്രൈസ് റേഞ്ച് ഓർ മേ ബി ഓഫേഴ്സ് ആൻഡ് ഡീൽ ടൈമിൽ ഇത് 9000 താഴെയും കണ്ടിട്ടുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ. സോ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഓൾറൗണ്ട് ഗെയിമിംഗ് പർപ്പസ് ആൻഡ് കളർ അക്യുറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ലോഡ്സിന് വേണ്ടി നിങ്ങളൊരു നല്ല മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മോണിറ്റർ ഈസ് പ്രിറ്റി ഗുഡ് ഫോർ ദ പ്രൈസ്. MSIയുടെ G255F. You're on Technofactory with me Sumod. തുടങ്ങാം. സോ എനിവേസ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ്. അൺബോക്സിംഗ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. ഏതൊരു മോണിറ്റർ വാങ്ങിച്ചാലും വരുന്ന അതേ ബേസിക് സ്റ്റഫ് തന്നെയാണ് ഇതിലുള്ളത്. മോണിറ്ററിന്റെ ബേസ്, അതിൽ മേലോട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ആം ഉണ്ട്. ഒരു ബേസിക് HDMI കേബിൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 2 ഡിഫറെന്റ് കണക്ടേഴ്സ് വരുന്ന പവർ അഡാപ്റ്ററും ഉണ്ട്. ഒരു പ്ലസ് പോയിന്റ് നോട്ടീസ് ചെയ്തത് യൂഷ്വലി കാണുന്ന വലിയൊരു പവർ ബ്രിക്ക് ഇതിലില്ല. ഐ തിങ്ക് ആ ബ്രിക്കിന്റെ ഹാർഡ്വെയർ മോണിറ്ററിന്റെ അകത്ത് നിന്ന് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന PC-യുടെ പവർ കണക്ടർ പോലത്തെ ഒരു കേബിൾ ആണ്. ആൻഡ് മോണിറ്ററിന്റെ സ്റ്റാൻഡ് ഇൻസ്റ്റലേഷനും ഫെയർലി സിമ്പിൾ ആണ്. പ്ലാസ്റ്റിക് ആണ് സ്റ്റാൻഡ്, കംപ്ലീറ്റ്ലി ഹാർഡ് ആൻഡ് പ്ലാസ്റ്റിക് ആണ്. ഇതിൽ മെറ്റലിന്റെ ഒരു ചെറിയ പീസ് പോലും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ലൈറ്റ് വെയിറ്റ് ആണ്. എത്രത്തോളം സ്റ്റേഡി ആണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ കംപ്ലീറ്റ്ലി ഹാർഡ് ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റാൻഡ് ആണ്. ഇൻസ്റ്റലേഷൻ സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ ഒരു പീസിനെ ആദ്യം ബാക്കിൽ എന്നൊരു ഗ്രൂവിൽ പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി. ആൻഡ് അതിന്റെ ബോട്ടം ബേസ് പ്ലേറ്റും സ്ക്രൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ആൻഡ് ബാക്കിൽ കേബിൾസ് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്. സോ അത് കേബിൾ റൗട്ട് ചെയ്ത് പ്രസ് ചെയ്ത് ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. സോ മോണിറ്ററിന്റെ ബാക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ കാണാൻ ഇങ്ങനെ ആയിരിക്കും. സോ ബാക്കിൽ പോർട്സിന്റെ ഒരു സെലക്ഷൻ നോക്കുവാണെങ്കിൽ ഒരു ഡിസ്പ്ലേ പോർട്ട് ആണ് കാണുന്നത്. 1.2A സ്റ്റാൻഡേർഡ്, 2 HDMI പോർട്സ് ഉണ്ട്. 2.0B സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് ഒരു 3.5mm ഹെഡ്ഫോൺ ഔട്ട് ജാക്കും നമുക്ക് കാണാം. അതേപോലെ ബാക്കിൽ യൂഷ്വൽ കെൻസിംഗ്ടൺ ഗ്ലോക്കിന്റെ ആ ഒരു സ്ലോട്ട് കാണാം. ആൻഡ് പവർ കൊടുക്കാനുള്ള AC ഇൻപോർട്ടും കാണാം. മോണിറ്ററിന്റെ ഒരു കോർണറിൽ ബാക്ക് സൈഡിൽ നമുക്ക് 5-way ജോയ്സ്റ്റിക് നാവിഗേറ്ററും കാണാം. സോ ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മോണിറ്ററിന്റെ പല മെനുസ് നാവിഗേറ്റ് ചെയ്യാനും പല സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനും പറ്റുന്നത്. സോ ഇത്രയും സംഭവങ്ങളാണ് മോണിറ്ററിന്റെ ബാക്കിലുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ 24.5 ഇഞ്ചസിന്റെ IPS ഡിസ്പ്ലേ, IPS പാനലാണ് കാണുന്നത്. IPSലും MSI പറയുന്നത് റാപ്പിഡ് IPS പാനലാണ് വിത്ത് ആന്റി ഗ്ലെയർ ടെക്നോളജി. സോ മാറ്റ് ഫിനിഷ് ആണ്, ഗ്ലെയറും ഗ്ലോസിനെസ് ഒന്നും ഉണ്ടാകത്തില്ല. 1080p മോണിറ്റർ ആണ്. 1920x1080p ആണ് റെസൊല്യൂഷൻ. സോ ടോട്ടൽ ആസ്പെക്ട് റേഷ്യോ 16:9 ആണ്. ബ്രൈറ്റ്നസ് കമ്പനി പറയുന്നത് 300 നിറ്റ്സിന്റെ ആണ്. കോൺട്രാസ്റ്റ് റേഷ്യോ 1000:1 ആണ്. മോണിറ്ററിന്റെ റിഫ്രഷ് റേറ്റ് 180 Hz ആണ്. സോ ഞാൻ പ്രൈസ് ആദ്യം പറഞ്ഞ പോലെ അറൌണ്ട് 9000 ഓർ അണ്ടർ 9000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് 180 Hzന്റെ IPS റാപ്പിഡ് IPS പാനലുള്ള 24.5 ഇഞ്ചസിന്റെ മോണിറ്റർ ആണിത്. ഗ്രേ ടു ഗ്രേ റെസ്പോൺസ് ടൈം നോക്കുവാണെങ്കിൽ 1 ms ആണ് MSI പറയുന്നത്. G255F-ൽ സിങ്ക്രണൈസേഷൻ ടെക്നോളജി നോക്കുവാണെങ്കിൽ AMD ഫ്രീസിംഗ് സപ്പോർട്ടഡ് ആണ്. സോ ഗെയിമിംഗിൽ സ്ക്രീൻ ടൈറിംഗ് ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ MSI ബ്രാൻഡ് പറയുന്ന മോണിറ്ററിന്റെ ബേസിക് സ്പെക്സ് ഇതൊക്കെയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഇവാലുവേഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കളർ ഗാമറ്റ്സിന് സ്റ്റാർട്ട് ചെയ്യാം. സോ കളർ ആക്യുറസിയും കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡേറ്റ കളറിന്റെ Spider X Pro എന്ന ഹാർഡ്വെയർ ആണ്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മോണിറ്റർ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹാർഡ്വെയർ ആണ്. ആൻഡ് മോണിറ്ററിന്റെ കളർ ഗാമറ്റ്സ്, ബ്രൈറ്റ്നസ് ഇതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ടെസ്റ്റിംഗിൽ sRGB ഫൈൻഡ് ഔട്ട് ചെയ്തത് 100% sRGB ആണ്. ഓൾദോ MSI പറയുന്നത് 99% ആണ്. ബട്ട് വി ആർ ഗെറ്റിംഗ് 100% sRGB ഇൻ അവർ ടെസ്റ്റിംഗ് വിത്ത് Spider X Pro. NTSC നമ്മുടെ ടെസ്റ്റിംഗിൽ 74% ആണ് കാണിക്കുന്നത്. Adobe RGB നോക്കുവാണെങ്കിൽ 78% ആണ് ഇൻ നമ്മുടെ ടെസ്റ്റിംഗിൽ. ബട്ട് MSI പറയുന്നത് 82% ഓഫ് Adobe RGB ആണ്. സോ ഒരു 3 to 4% അവിടെ ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്. മേജർ ഡീവിയേഷൻ അല്ല, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഓക്കെ. DCI P3 കളർ ഗാമറ്റ് നോക്കുവാണെങ്കിൽ 78% ആണ് MSI പറയുന്നത്. നമ്മുടെ ടെസ്റ്റിംഗിൽ 79% ആണ് DCI P3 കളർ ഗാമറ്റിന്റെ റേഷ്യോസ് വന്നേക്കുന്നത്. ആൻഡ് ബ്രൈറ്റ്നസ് MSI പറഞ്ഞത് 300 നിറ്റ്സ് ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടിയത് 309 നിറ്റ്സ് ആണ്. സോ ഇതാണ് ഓവറോൾ കളർ ആക്യുറസി, കളർ ഗാമറ്റ്സിന്റെ റേഷ്യോസ് ആൻഡ് സ്കോർസ് നോക്കുവാണെങ്കിൽ. സോ ഈ പറഞ്ഞ റേഷ്യോസ് എല്ലാം നോക്കുവാണെങ്കിൽ കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ വർക്ക് ലോഡ്സിന് വേണ്ടി നമുക്ക് ഈസിലി യൂസ് ചെയ്യാം, ഈസിലി റെക്കമെൻഡ് ചെയ്യാവുന്ന മോണിറ്റർ ആണ്. എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, ഡിസൈനിങ് വർക്ക്സ് ഇതിനെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് 180 Hz പ്ലസ് 1 ms റെസ്പോൺസ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിങ്ങിനും അടിപൊളിയായിരിക്കും ഈ പ്രൈസ് റേഞ്ചിൽ. സോ ഒരു കൈൻഡ് ഓഫ് എൻ ഓൾറൗണ്ട് മോണിറ്റർ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്സിന്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും വെൽ സാച്ചുറേറ്റഡ്, വെൽ സെപ്പറേറ്റഡ് ആണ്. യൂഷ്വലി കാണുന്ന ആ ഒരു ഗ്രേയിഷ് ടിന്റ് അധികമായിട്ട് വരുന്നില്ല. ബ്ലാക്സ് അത്യാവശ്യം പ്രോപ്പർ ബ്ലാക്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഈവൻ ടെക്സ്റ്റിന്റെ കാര്യം നോക്കുവാണെങ്കിലും ക്ലിയർ ആണ്. ടെക്സ്റ്റിന്റെ അധികം ഷാഡോസോ കാര്യങ്ങളോ ഒന്നും നോട്ടീസബിൾ അല്ല. ഇത് നമ്മൾ ബ്ലാക്ക് ടെക്സ്റ്റ് ഓൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നോക്കി, അതേപോലെ തന്നെ പല ഫോൺസ് പല ഡിഫറെന്റ് സൈസസിൽ ചെക്ക് ചെയ്ത് നോക്കി, ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ടെക്സ്റ്റ് വെച്ചിട്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സോ ഓവറോൾ ടെക്സ്റ്റ് ക്രിസ്പ് ആൻഡ് ക്ലിയർ
ക്ലിയർ ആണ്. സോ പ്രോഗ്രാമിംഗ് ആൻഡ് കോഡിംഗ് പർപ്പസിന് വേണ്ടിയും നമുക്ക് അത്യാവശ്യം റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു മോണിറ്റർ തന്നെയാണ്. ആൻഡ് മോണിറ്ററിൽ വേറെ ആർട്ടിഫാക്ട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. ഡെഡ് പിക്സലിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കി, ബട്ട് ഡെഡ് പിക്സൽസ് നമുക്കൊന്നും അങ്ങനെ കിട്ടിയില്ല. അത് ആക്ച്വലി ലക്കിൽ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങളുടെ ലക്കിൽ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാത്തിലും അങ്ങനെ വരണമെന്നൊന്നുമില്ല. ബട്ട് യാ 1 or 2 എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം മിസ്സായി പോയിട്ട് ക്വാളിറ്റിയിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. ബട്ട് ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നോട്ടീസ് ചെയ്തില്ല. ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതലൊന്നും IPS ഗ്ലോ പോലത്തെ സംഭവങ്ങളൊന്നും നോട്ടീസ് ചെയ്തില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡ് കോർണറിൽ ചെറിയൊരു ഗ്ലോ പോലത്തെ സംഭവം കാണാം. അത് ആക്ച്വലി മോണിറ്ററിന്റെ IPS ഗ്ലോ ഒന്നുമല്ല, അത് ഇതിന്റെ തൊട്ട് സൈഡിലാണ് PC വെച്ചേക്കുന്നത്. സോ PCയുടെ റിയർ ഫാനിന്റെ RGB ലൈറ്റിംഗിന്റെ ചെറിയൊരു ഇതാണ് അവിടെ കാണുന്നത്. ആക്ച്വൽ IPS ഗ്ലോ സംഭവങ്ങളൊന്നുമല്ല. സോ ടെക്നിക്കലി കാര്യങ്ങൾ പറയുവാണെങ്കിൽ ബേസിക് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കളർ ആക്യുറസി കാര്യങ്ങൾ നല്ല കളർ ആക്യുറസി ആണ്. കളേഴ്സ് പഞ്ചി വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഇത് ഞാൻ നമ്മുടെ ടെസ്റ്റിംഗിൽ കുറച്ച് കാലിബ്രേറ്റ് ചെയ്തതാണ്. സോ നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾ കളേഴ്സും കാര്യങ്ങളും ബ്രൈറ്റ്നസ് ഒന്ന് കാലിബ്രേറ്റ് ചെയ്ത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് പല മോഡ്സ് ഇതിലുണ്ട്. സോ നിങ്ങളുടെ കളേഴ്സ് എങ്ങനെയാണോ ആവശ്യമുള്ളത് അങ്ങനെ ഒന്ന് ആദ്യമേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓൾദോ ബൈ ഡിഫോൾട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളേഴ്സിൽ തന്നെയാണ് വരുന്നത്. ഓവറായിട്ട് സാച്ചുറേറ്റഡോ അല്ലെങ്കിൽ ഓവറായിട്ട് വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ളതൊന്നും അല്ല. ബട്ട് സ്റ്റിൽ അത് ഓരോരുത്തരുടെ പ്രിഫറൻസിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. സോ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, ഡീപ്പ് ആൻഡ് ക്രിസ്പ് ആണ് ടെക്സ്റ്റ്. സോ എഡിറ്റിംഗ് പ്രോഗ്രാമിംഗ് കോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ലതാണ്. 309 നിറ്റ്സിന്റെ വ്യൂയിങ് ആംഗിൾസ് കുഴപ്പമില്ല. സൈഡിൽ നിന്ന് മാക്സിമം നോക്കുവാണെങ്കിലും അത്യാവശ്യം ക്ലിയർ തന്നെയാണ് ഇമേജസ്, വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെയും സെയിം മോണിറ്റർ തന്നെ 27 ഇഞ്ചിലും സിമിലർ ആയിട്ടുള്ള സ്പെക്സിൽ വരുന്നുണ്ട്. സോ 24 ആയാലും 27 ആയാലും നിങ്ങളുടെ പ്രിഫറൻസ് ആണത്. മോസ്റ്റ്ലി ഇപ്പോഴത്തെ എന്താ പറയുക IPS മോണിറ്റേഴ്സ് എല്ലാ ബ്രാൻഡ്സും അത്യാവശ്യം നല്ലത് തന്നെയാണ് വരുന്നത്. ബിക്കോസ് ഓവർ റേഞ്ച് നോക്കുവാണെങ്കിൽ MSI, ViewSonic, Acerന്റെ ആണെങ്കിലും ഇതുപോലത്തെ ബ്രാൻഡ്സിന്റെ ലോവർ ബഡ്ജറ്റ് മോഡൽസ് നോക്കുവാണെങ്കിലും അത്യാവശ്യം IPS മോണിറ്റേഴ്സ് നല്ലത് തന്നെയാണ് വരുന്നത്. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ LG, BenQ ഇതുപോലത്തെ ബ്രാൻഡ്സ്, സാംസങ് ബ്രാൻഡ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞ റേഞ്ചിൽ തന്നെ നമുക്ക് നല്ല IPS മോണിറ്റേഴ്സ് കിട്ടുന്നുണ്ട്. സോ അപ്രോക്സ് ഒരു 8,000 to 12,000 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല മോണിറ്റേഴ്സ്, IPS മോണിറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ടോപ്പ് ബ്രാൻഡ്സ് തന്നെ നോക്കണമെന്നൊന്നുമില്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൺട്രോൾസ് നോക്കുവാണെങ്കിലും നിങ്ങൾ ബാക്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ മോണിറ്റേഴ്സിലും വരുന്ന പോലത്തെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. പല ഡിഫറെൻറ്റ് മോഡ്സ് ആണ്. ഗെയിമിങ്ങിൽ നോക്കുവാണെങ്കിലും ഡിഫറെൻറ്റ് മോഡ്സ് അവൈലബിൾ ആണ്. എല്ലാ മോണിറ്റേഴ്സിലും വരുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ സെറ്റിംഗ്സും കാര്യങ്ങളുണ്ട്. പ്രൊഫഷണൽ രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിലും പ്രോ മോഡ്സ് കുറച്ചുണ്ട്. സോ നിങ്ങളുടെ ഒരു കളേഴ്സിനും നിങ്ങളുടെ ഒരു കളർ പ്രിഫറൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ മോഡ്സ് ചേഞ്ച് ചെയ്ത് സെറ്റ് ആക്കാം. ഈവൻ എന്റർടൈൻമെന്റ് പർപ്പസിനാണെങ്കിലും മൂവി മോഡ്, അങ്ങനത്തെ പല മോഡ്സും അവൈലബിൾ ആണ്. സോ അതും നിങ്ങളുടെ ഒരു വ്യൂയിങ് ചോയ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് നോക്കാം. പിന്നെ സെറ്റിംഗ്സിൽ റെസ്പോൺസ് ടൈമിന്റെ അവിടെ MPRT എന്ന മോഡുണ്ട്. സോ നിങ്ങൾക്ക് അത് ഓൺ ഓർ ഓഫ് ചെയ്യാം നിങ്ങളുടെ പ്രിഫറൻസ് പോലെ. ബേസിക്കലി MPRT മീൻസ് മൂവിംഗ് പിക്ചർ റെസ്പോൺസ് ടൈം. സോ ഇത് വൈൽ ഗെയിമിംഗ് മോഷൻ ബ്ലർ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ബട്ട് ടു ബി ഫ്രാങ്ക് വലിയ നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും ലൈക്ക് ബേസിക് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റിന്റെ ഒക്കെ ടെസ്റ്റിംഗിൽ എന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. സോ അഗൈൻ ഇതും നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗെയിം കളിക്കുന്നത്, ഗെയിമിങ്ങിൽ നിങ്ങൾക്ക് എത്രത്തോളം മോഷൻ ബ്ലർ വിസിബിൾ ആയിട്ടുണ്ട്, അത് എത്രത്തോളം നിങ്ങൾക്ക് MPRT യൂസ് ചെയ്യുമ്പോൾ കുറയുന്നുണ്ട് എന്നുള്ളത് അതൊരു ഇൻഡിവിജ്വൽ ഫാക്ടർ ആണ്. മേ ബി ഫാസ്റ്റ് മോഷൻ ആൻഡ് കൺട്രോൾസ് ആവശ്യമുള്ള ഗെയിംസിൽ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. സോ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ പേഴ്സണലി കുഴപ്പമൊന്നും തോന്നിയില്ല എനിക്ക്. പിക്സൽ ഡെൻസിറ്റി നല്ല രീതിയിൽ തന്നെ ഉണ്ട്, അതിലും ഇഷ്യൂസ് ഇല്ല. പേഴ്സണലി എനിക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. മോസ്റ്റ്ലി സ്റ്റോറി ബേസ്ഡ് ഗെയിംസ് ആണ് 1-2 ടെസ്റ്റ് ചെയ്തത്. സോ ഇതാണ് ഈ മോണിറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഇതെല്ലാത്തിൻ്റെ ഒരു ഓവർവ്യൂ. മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല. മോസ്റ്റ്ലി പ്ലാസ്റ്റിക് ആയിരിക്കും. സ്റ്റാൻഡും കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. ഇതിൽ മേ ബി ചില സർഫേസസിൽ അൺഈവൻ ആയിട്ടുള്ള സർഫേസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വോബ്ലിനെസ് ഫീൽ ചെയ്യാം. ഇതിപ്പം ഞാൻ മനഃപൂർവ്വം ഒന്ന് ഷേക്ക് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി. സ്റ്റാൻഡ് കുറച്ചുകൂടെ ഹെവി ആയിരുന്നെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. ലുക്സ് വൈസ് നല്ല ലുക്കിംഗ് ആണ്, മോഡേൺ ലുക്കിംഗ് ആണ്. ബെസൽലെസ്, ഫ്രണ്ടിന് കംപ്ലീറ്റ് സ്ലിം പ്രൊഫൈൽ ഉള്ള ഒരു മോണിറ്റർ ആണ്. 24.5 ഇഞ്ചസിന്റെ ആണ് കമ്പനി പറയുന്നത്. സോ യൂഷ്വലി 24 ഇഞ്ച് എന്ന് പറയുന്നത് എൻട്രി ലെവൽ ബിഗിനേഴ്സിനും നോർമൽ ഒരു ആപ്റ്റ് സൈസ് തന്നെയാണ്. സോ മോസ്റ്റ്ലി മോണിറ്ററിൽ എല്ലാ ആസ്പെക്ട്സ് നോക്കുവാണെങ്കിലും പോസിറ്റീവ്സ് തന്നെയാണ്. ഇതിൽ നെഗറ്റീവ്സ് എന്ന് പറയാനുള്ളത് 2-3 കാര്യങ്ങളുണ്ട്. അഗെയിൻ ഈ പ്രൈസ് പോയിന്റും നിങ്ങളത് നോക്കുന്നുണ്ടോ എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു പ്രിഫറൻസിൽ ഡിപ്പെൻഡ് ചെയ്യും. പേഴ്സണലി നോക്കുവാണെങ്കിൽ അതെനിക്ക് വലിയ ഇഷ്യൂ അല്ല. പക്ഷെ എന്നാലും
ചിലർ ഇത് ചോദിക്കുന്ന 1-2 കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് സ്പീക്കേഴ്സ് ഈ മോണിറ്ററിലില്ല. സോ അത് മേ ബി ചിലർക്കൊരു നെഗറ്റീവ് ആയിരിക്കാം. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്പീക്കർ യൂസ് ചെയ്യുന്നതിലും ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ ബെറ്റർ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് വൺ, ഹൈറ്റ് അഡ്ജസ്റ്റബിലിറ്റി ആൻഡ് സ്വിവൽ ഫീച്ചർ ഇതിലില്ല. സ്ലൈറ്റ്ലി നമുക്കൊന്ന് ടിൽറ്റ് ചെയ്യാൻ പറ്റും ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. സോ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആൻഡ് സ്വിവൽ ടൈപ്പ് സംഭവം ഇതിൽ മിസ്സിംഗ് ആണ്. അതാണ് സെക്കൻഡ് നെഗറ്റീവ്. അതും എനിക്ക് ലൈക്ക് 50-50 ആണ്. അതുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതില്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ സ്റ്റാൻഡിന്റെ കാര്യം. സോ സ്റ്റാൻഡും ലൈക്ക് കുറച്ച് വോബ്ലി ആണ്, കുറച്ചൊരു ഹെവിനെസ് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയനെ. അതാണ് ഓവറോൾ ഈ മോണിറ്ററിനെ കുറിച്ച് പറയാനുള്ള 1-2 നെഗറ്റീവ് കാര്യങ്ങൾ. സോ ബോട്ടം ലൈൻ, ഗെയിമിങ്ങിന് വേണ്ടി നല്ല മോണിറ്റർ ആണ്. 180 Hz വിത്ത് 1 ms റെസ്പോൺസ് ടൈം. എഡിറ്റിംഗ്, കളർ ആക്യുറസി റിലേറ്റഡ് ഡിസൈനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനാണെങ്കിലും ദിസ് മോണിറ്റർ ഈസ് ഗുഡ് ബിക്കോസ് വൈഡർ റേഞ്ച് ഓഫ് കളർ ഗാമറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോണിറ്റർ ആണ്. 100% ആണ് sRGB വാല്യൂസ് ഇതിന്റെ പ്രോപ്പർ ടെസ്റ്റിംഗിൽ നമുക്ക് കിട്ടിയത്. സോ 100% എന്ന് പറയുന്നത് ഫുൾ റേഞ്ച് ഓഫ് sRGB ആണ്. CIE 1976 കളർ സ്പേസിൽ ഫുൾ റേഞ്ച് ഓഫ് കളർ സ്പേസ് റിപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ കളർ ആക്യുറസിയും കാര്യങ്ങളും പ്രശ്നമൊന്നുമില്ല. അബൌ 300 nits ബ്രൈറ്റ്നസ് വിത്ത് വെരി ഗുഡ് IPS 1080p പാനൽ. സോ ഇൻ മൈ ഒപ്പീനിയൻ പേഴ്സണലി ഇത്രയും കാര്യങ്ങൾ തന്നെ മതി ഈ മോണിറ്റർ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം എന്തായാലും MSI ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കെ താഴെ വന്ന് കമന്റ് ചെയ്യാം MSIയുടെ സർവീസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോണിറ്റേഴ്സ് അങ്ങനെയാണെന്നൊക്കെ. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ അല്ല. ബിക്കോസ് ഇതിപ്പോൾ മോണിറ്റർ നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാലല്ലേ, അത് കംപ്ലൈൻറ്റ് ശരിയാക്കാൻ കൊണ്ടുപോയാലല്ലേ എനിക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ലൈക്ക് MSI ആണോ ഏതൊരു ബ്രാൻഡിൻ്റെ ആണെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പം ഞാനൊരു റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിലൊരു ഇഷ്യൂ വന്നാലേ നമ്മളത് പ്രോപ്പർ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ആസ് ഓഫ് നോ എനിക്ക് MSI ത്രൂ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. MSIയുടെ പവർ സപ്ലൈയും കാര്യങ്ങളും 1-2 അങ്ങനെ നമ്മൾ റീപ്ലേസ്മെൻറ്റിനും കൂടെ അവിടെ എനിക്ക് ഇതുവരെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതൊന്നും എനിക്ക് MSIയുടെ സർവീസ് എങ്ങനെയാണെന്ന് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ അത് എന്തായാലും നിങ്ങളുടെ ഇൻപുട്സ് കമൻസ് മെൻഷൻ ചെയ്താൽ ആരെങ്കിലും MSIയുടെ മോണിറ്റേഴ്സ് ആയാലും ഇതുപോലത്തെ പ്രൊഡക്ട്സ് MSIയുടെ സർവീസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾ യൂസേഴ്സിന് തന്നെ പറയാവുന്നതാണ്. മോണിറ്ററിന്റെ വാറണ്ടി 3 years ആണ് MSI പറയുന്നത്. സോ എനിവേസ് ലെറ്റ്സ് വൈൻഡ് അപ്പ്. MSIയുടെ സർവീസ് സ്പെഷ്യലി മോണിറ്റേഴ്സ് ആൻഡ് ലാപ്ടോപ്സിന്റെ നിങ്ങൾ ഇൻ കേസ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നോ ജസ്റ്റ് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. അത് എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇൻ കേസ് MSIയുടെ പ്രൊഡക്ട്സ് ഈ മോണിറ്റർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് സ്പെഷ്യലി അത് നിങ്ങളുടെ ലൊക്കേഷനും എവിടെയാണെന്നും കൂടി ക്ലിയർലി മെൻഷൻ ചെയ്യുമായിരുന്നെങ്കിൽ അതും കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽസ് ഓർ ടെക് കൺസൾട്ടേഷൻ ഓർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.